മുബാറക്. അപ്പൊ എല്ലാം അപ്പൊ ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എന്റെ ചേച്ചിയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. ചേച്ചി കോൾഡ് കോഫി കഴിച്ചിട്ടുണ്ടോ? സെക്കൻഡ് റോള് ഫുൾ ഫ്രൂട്ട്സ് റെഡി. അപ്പൊ എന്താ ചേച്ചി ഒരു തമിഴ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുക. അതേ ഒരാള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇൻകും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ കുറേ നേരമായിട്ട് നമ്മള് പിന്നെ ഇത് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മുടെ മയണൈസ് എക്സ്ട്രാ. ഈദ് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ചിക്കൻ. ഒരു ലാമ്പ് ലൈറ്റിന്റെ ഈ ഒരു വൈബിൽ ഇരുന്നിട്ട് ഇവിടെ ഫിലിം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത്രയും സാധനം അപ്പൊ അതെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ. ഹേ ഓൾ, ഈദ് മുബാറക്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഈദ് സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ സഞ്ജുവിന്റെ ബ്രദർ കൂടി ഉണ്ട്. ചേട്ടൻ അബുദാബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസമാണ് ലീവ് കിട്ടുന്നത്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഒരു കുഞ്ഞ് വെക്കേഷൻ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ 3 പേരേ ഉള്ളൂ, ഫ്രണ്ട്സ് ആരും വരുന്നൊന്നുമില്ല. ഇന്ന് നമ്മൾ ഈവനിങ് പോകുന്നുണ്ട് പുറത്തോട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് നമ്മൾ ഇതിൽ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ കുക്കിംഗ് അല്ല, ചേച്ചിയുടെ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പം ചേച്ചി ഇന്ന് എന്തൊക്കെയോ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ ആദ്യം കിച്ചണിലോട്ട് പോകാം. ചേച്ചി എന്താണെന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാരണം നേരത്തെ എണീച്ചതാണ്. സഞ്ജുവേട്ടനും ചേട്ടനൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. ഹലോ, മട്ടൻ ബിരിയാണി, നമ്മളുടെ ഈദ് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. ചേച്ചിയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. വിസിലടിച്ചതാണല്ലേ ചേച്ചി? 4 വിസിലടിച്ചതാണ്. 4 വിസിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുവാന്ന്. ചേച്ചി കോൾഡ് കോഫി കഴിച്ചിട്ടുണ്ടോ? കോൾഡ് കോഫി കുടിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്ന് ചേച്ചി ഓൾറെഡി വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞാൽ നല്ല വെയിൽ പുറത്തുനിന്നല്ലേ. ഓൾറെഡി ചേച്ചി വന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നുണ്ട്, ബിക്കോസ് നല്ല വെയിലുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ സ്പെഷ്യൽ കോൾഡ് കോഫി ഞെട്ടത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കോൾഡ് കോഫി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചേച്ചിക്ക് വേണ്ടി, സ്പെഷ്യലായിട്ട് എനിക്കും ചേച്ചിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം കോഫിയാണ് വേണ്ടത്. നമുക്ക് ഡേഡോഫിൻ്റെ കോഫി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേ നമ്മളുടെ കോൾഡ് കോഫി ഉണ്ടാക്കാനുള്ള എല്ലാതും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇങ്ങോട്ട് എടുത്ത് വെക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ ഒരു ഗ്ലാസ് ഷുഗർ ഏത് ആഡ് ചെയ്യാം. ഇപ്പം ഞാനതിൽ ബ്രൗൺ ഷുഗറാണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം കേട്ടോ, വളരെ കുറച്ച് വെള്ളം. ആൻഡ് വി ആർ ഗോയിങ് ടു ബ്ലെൻഡ് ദീസ്. ഇത് ഷുഗർ, കോഫി പൗഡർ ആൻഡ് വെള്ളം. ഇനി നമ്മളിത് നന്നായി ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ് ബ്ലെൻഡർ വെച്ചിട്ടേ. അപ്പോൾ ഇതേ കോഫി, ഷുഗർ ആൻഡ് വാട്ടർ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു ഫോമിലാക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ ഞാനൊന്ന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. സഞ്ജുയുടെ അങ്ങനെ ഡിസൈൻ കൊടുക്കണതാണ്, പക്ഷേ പരാജയപ്പെട്ടു. കുഴപ്പമില്ല, ഇത് എൻ്റെ ഒരു പ്രത്യേക ഡിസൈനാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളത് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് ഡിപ്പ് ചെയ്ത് മുകളിലാക്കുമ്പോൾ ഇങ്ങനെ ലൈക്ക് നമുക്ക് കഫേലൊക്കെ കിട്ടുന്ന പോലെ ആവും. അപ്പോൾ അത് എങ്ങനെ മുകളിലേക്കൊന്ന് ആക്കി നോക്കിയത്. ദെൻ വി ആർ ഗോയിങ് ടു ആഡ് സം ഐസ് ക്യൂബ്സ്. പിന്നെ നമ്മൾ ഇതിൽ പാലൊഴിക്കും, മിൽക്ക് ഒഴിക്കും. നമുക്ക് ഐസ് ക്യൂബ്സ് എടുക്കാം. നമ്മുടെ ഐസ് ക്യൂബ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. 1 2 നമ്മൾ ഐസ് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഐസ് ആഡ് ചെയ്തു. ദെൻ നമ്മൾ ഇതിലോട്ട് മിൽക്കാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇത്ര മിൽക്ക് ആഡ് ചെയ്തു കേട്ടോ. കുറച്ചുകൂടി മിൽക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം.
മിൽക്ക് ആഡ് ചെയ്തു, ഐസ് ക്യൂബ്സ് വെച്ചു. ആൻഡ് ഫൈനലി നമുക്ക് വേണമെങ്കിൽ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആദ്യം കുറച്ച് മാറ്റിയിട്ടുണ്ടെന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട്, മുകളിലോട്ടങ്ങ് വന്നു. ഈ ഫോൺ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ വി ഹാവ് ടു മിക്സ് ദീസ് വെൽ ആൻഡ് നമുക്കിത് കഴിക്കാം. എങ്ങനെയാണ് കേട്ടോ. ദിസ് ഈസ് മൈ കോൾഡ് കോഫി. ഇങ്ങനെ തന്നെയാണ് കോൾഡ് കോഫി. സോ കോൾഡ് കോഫി ഈസ് റെഡി. അപ്പോൾ എന്താ ചേച്ചി, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ, മധുരമൊക്കെ പാകാണോ എന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒക്കെ ആഡ് ചെയ്ത് തരുന്നതാണ്. ഐ എം സോ ഹാപ്പി. ചേച്ചി ആദ്യമായിട്ടാണ് അത്ര കോൾഡ് കോഫി കഴിക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? നല്ലതാ? ഇഷ്ടപ്പെട്ടു? തണുത്ത ഫുഡ് ഇഷ്ടമാണോ ചേച്ചിക്ക്? ഓൾറെഡി പൊതുവെ ഇഷ്ടമാണോ? അതെ. അപ്പോൾ ചേച്ചിക്ക് കോൾഡ് കോഫി റെഡിയാക്കി, ഇനി എനിക്കും വേണം. ആൻഡ് ഐ വിൽ ഷോ യു. കണ്ടോ, ഇതാണ് എനിക്ക് ഓഫീസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഇതിൽ എനിക്ക് വന്നിട്ട് പെട്ടെന്ന് കോഫി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനൊരു കുട്ടി കോഫി കൗണ്ടർ സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കോഫി കൗണ്ടറും അതേപോലെ എന്റെ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്തും എന്റെ ഫ്രിഡ്ജൊക്കെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചിട്ട് പോവാട്ടോ. അപ്പൊ അതേ ചേച്ചി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന ബസ്സിലാണ്. അപ്പോഴേക്കും ഞാനൊന്ന് എന്റെ കിച്ചണും ഫ്രിഡ്ജും കബോർഡ്സും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ കോഫി കൗണ്ടർ വരുന്നത്. മൈ ഹാപ്പി പ്ലേസ്. കാരണം ഓഫീസൊക്കെ വിട്ട് നമുക്ക് നല്ല തലവേദനിച്ചിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് വരിക, കോഫി എടുക്കുക, ഒന്ന് കോഫിയും ഷുഗറും വാട്ടറും കൂടി ബ്ലെൻഡ് ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കുക, കോഫി റെഡി. ഇനിയിപ്പോൾ ടീ ആണെങ്കിലും ഗ്രീൻ ടീ ആണെങ്കിലും ഇവിടെ ഞാൻ ഗ്രീൻ ടീൻ്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഗ്രീൻ ടീ ഷുഗർ ഇല്ലാതെയും ഷുഗർ ഇട്ടിട്ടൊക്കെ കഴിക്കാം. ഇവിടെ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ടിഷ്യൂ ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മിൽക്ക് എത്ര വേണം എന്നുള്ളതിൻ്റെ ഒരു അളവ് കൂടുതൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. സഞ്ജുവിൻ്റെ കൊടുക്കുമ്പോൾ നോക്കാറില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ട് ഇടുക ചെയ്യാറ്. പിന്നെ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതെല്ലാം. ബിക്കോസ് ഇപ്പോൾ ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എന്താണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതിലെടുത്തിട്ട് ചിലപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതിയാവണമെന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കഴിക്കും. അപ്പോൾ അതിലും കുറച്ചുകൂടി എടുത്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ സ്പൂണുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്ലാസ്സുകൾ ഇവിടെ വെച്ചേക്കുവാണ്, ഐ മീൻ കപ്പുകൾ. അപ്പോൾ ഇവിടെ നെസ്കഫയുടെ എത്ര എനിക്ക് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു ഇങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെസ്കഫയുടെ ഒക്കെ എല്ലാതും. ഇവിടെ കുറച്ച് ഗ്രീൻ ടീ വെച്ചിട്ടുണ്ട് കണ്ടോ. കോഫിയുടെ ഒരു ലൈക്ക് നല്ല ഭംഗിയുള്ളൊരു കൈൻഡ് ഓഫ് ബോർഡാണ്. ആൻഡ് ഇവിടെ ഒരു നൈഫ്, ഇത് നമ്മൾ അരിപ്പ. ആൻഡ് അപ്പോൾ ഇതാണ് കേട്ടോ. ആൻഡ് ഹിയർ നമ്മൾ കണ്ടോ, ഇതിൽ നമ്മൾ ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഷുഗറുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി സ്പൂൺസൊക്കെ വെക്കുന്നതാണ്. പിന്നെ നമ്മുടെ കുറച്ച് കപ്പും സോസറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്നാണ് കപ്പ് സോസറൊക്കെ എടുത്തിട്ട് കൊടുക്കുക. പെട്ടെന്ന് ആരെങ്കിലും വന്നിപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് എനിക്ക് ഉണ്ടാക്കാനുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി ദിസ് ഈസ് മൈ ഫസ്റ്റ് റോ. കണ്ടോ, ഗ്ലാസ്സുകളൊക്കെ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ തവണ, ജസ്റ്റ് ഒരു തവണ. അത് ഞാനും ആരോ സഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എന്തോ ആരൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇവിടെയും കുറച്ച് കപ്പ് സോസറുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആൻഡ് കണ്ടോ, ഇത് പിന്നെ എല്ലാതും ഒരേ മോഡലാണ് കേട്ടോ, ഒരേ ഡിസൈനിലാണ്. ഇത് നമ്മൾ ഏറ്റവും അടിയത്തെ വരുന്നത് നമ്മൾ സാധാ ചോറും ഇതൊക്കെ കഴിക്കുന്ന വലിയ പ്ലേറ്റും നമ്മൾ ബേക്കറികളൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ കപ്പും സോസറൊക്കെ വരുന്നതാണ്. പിന്നെ കറികളൊക്കെ വെക്കുന്ന കുഞ്ഞു 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 പാത്രങ്ങൾ. ആൻഡ് ഏറ്റവും അടിയിൽ വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ പ്യോർ വൈറ്റ് ആയിട്ടുള്ള കുറച്ച് വലിയ പ്ലേറ്റുകളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഗ്ലാസ്സുകൾ വരുന്നതാണ്, വലിയ ഗ്ലാസ്സുകൾ, ചെറിയ ഗ്ലാസ്സുകൾ. പിന്നെ ഇത് മുഴുവനും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കറിയൊക്കെ വെക്കുന്ന ഒക്കെ കുപ്പിയുടെയാണ് കേട്ടോ. ഗ്ലാസിൻ്റെ സംഭവങ്ങളാണ് എല്ലാതും. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നുമില്ല ഇതൊന്നും. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറികളൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ്. ഇത് ഫുള്ള് നമുക്ക് അങ്ങനത്തെ വലിയ കറികളൊക്കെ വയ്ക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇനി പൊട്ടിക്കാത്ത നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതുണ്ട്.
തീരെ പൊട്ടിക്കാത്തത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ സഞ്ജയുടെ ഫ്രണ്ട്സൊക്കെ തന്നിട്ടുള്ള ഗിഫ്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ നോർമലി സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ കാലുകൊണ്ട് ഒറ്റ തക്കാളി കൊടുക്കാറുള്ളത് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ് കാണിച്ചു തരാം കേട്ടോ. അതെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നേ. ഇങ്ങനെയൊന്നും ആവില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ പച്ചക്കറി ഇതൊക്കെ വീണിട്ടൊക്കെ ഡസ്റ്റ് ആവാറുണ്ട്. മുൻപും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുകളിലാണ് ഫ്രിഡ്ജ് വരുന്നത്, അടിയിലാണ് ഫ്രീസർ വരുന്നത്, അങ്ങനെയാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ മുഴുവനും വെജിറ്റബിൾസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി നമ്മളെ തക്കാളി, വേപ്പിൻ്റെ ഇല, പിന്നെ ക്യാരറ്റ്, പിന്നെന്താ ഇത് സാമ്പാർ കഷ്ണങ്ങളാണ്, മല്ലിച്ചെപ്പ്, പിന്നെ എന്താണ് ഇത് നമുക്ക് കുക്ക് ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ ഓരോന്നെടുത്തതിൻ്റെ ബാലൻസ് വെക്കുന്നതാണ് കേട്ടോ. പിന്നെന്താ വെള്ളരിക്ക, അങ്ങനെ വേപ്പിൻ്റെ ഇല, പിന്നെ ഇതെന്തായിരുന്നു മട്ടൻ. അപ്പോൾ അതൊക്കെയാണ് വെജിറ്റബിൾസ് ആണ് ഈ ഒരു സെക്ഷനിലിരിക്കുന്നത്. അങ്ങനെ പിന്നെ നെക്സ്റ്റിൽ നമ്മളിതേ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, ഇപ്പോൾ നല്ല പാരക്കയുടെ സീസൺ. ആക്ച്വലി നല്ല നല്ല വലിയ വലിയ പാരക്കകൾ കിട്ടും, കണ്ടോ അത്. അപ്പോൾ പാരക്കയാണ്. പിന്നെ ഇതാണ് നമ്മൾ ABC ജ്യൂസിന് ചേച്ചി എന്നെ കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ചേച്ചി ക്യാരറ്റും ബീട്രൂട്ടും കട്ട് ചെയ്ത് വെക്കും. ആപ്പിൾ ഞാൻ അപ്പോഴേക്കപ്പോൾ കട്ട് ചെയ്യുള്ളൂ, ബിക്കോസ് ഒരു ബ്രൗൺ നിറം വരുമല്ലോ അതിന്. പിന്നെ ബനാന, ഇത് കുറച്ച് നട്ട്സാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഡേ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആക്ച്വലി ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ അങ്ങനെ പാത്രത്തിലാക്കി വെക്കും. ഇതിപ്പോൾ പുതിയത് മേടിച്ചത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചേക്കുക. നമ്മൾ വാൾനട്ട്സ്, പിന്നെ എന്തുവാ കാഷ്യൂ ഉണ്ട്, ദെൻ ഡേറ്റ്സ് ഉണ്ട്, ബദാം ഉണ്ട്, പിസ്ത, ദെൻ വോട്ട് നമ്മളുടെ പംകിൻ സീഡാണ് കേട്ടോ. ഇത് പംകിൻ സീഡുണ്ട്. പിന്നെ ഇതെന്താ നമ്മളെ കടല, പിന്നെന്താ സൺഫ്ലവർ സീഡാണ് ഇത്, സൺഫ്ലവർ സീഡ്സ് ആണ്. പിന്നെ നമ്മളുടെ ബദാം അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ബോക്സിലാക്കി വെക്കാനുള്ളതാണ്. ഓൾറെഡി അതിലുള്ളത് കൊണ്ട് ഞാൻ ഈ ഫ്രിഡ്ജിലോട്ട് ആക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ട വാങ്ങിയത് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചതാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ മിൽക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മൂത്തി ഡെയിലി ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ദിവസമൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് പാലാണ്, പാലിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സീറോ അല്ല ലോ ഫാറ്റ്. അപ്പോൾ ഒരു മിൽക്കിൻ്റെ ആണ്. ദെൻ നമുക്കവിടെ എന്താണ് ഗീ അല്ലേ, അതുപോലെ ചീസുണ്ട്, ബട്ടർ എന്തൊക്കെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മറ്റേ അൽമാരയുടെ നമ്മുടെ ട്രയാങ്കിൾസ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ സെക്കൻഡ് റോയിൽ ഫുൾ ഫ്രൂട്ട്സ് ആണ്. സ്ട്രോബെറീസ്, അതേപോലെ വാട്ടർമെലോൺ, ഇത് ഫുൾ ഓറഞ്ച് ആണ് കേട്ടോ, ഓറഞ്ച്. ദെൻ ബ്ലൂബെറി, നമ്മുടെ ബ്ലൂബെറീസ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പ്ലംസ്, കിവി, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ. തേർഡ് റോ എൻ്റെ ഫേവറേറ്റ് റോ ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, പിന്നെ ഇത് യോഗേർട്ട്സ്. ഇത് എന്തിനുള്ളതെന്ന് അറിയോ, ഫ്രൂട്ട് ബൗൾ ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട് യോഗേർട്ട് ബൗൾ. പിന്നെ ഇത് കേക്ക്സ് ആണ്, നമ്മുടെ എനിക്കിഷ്ടപ്പെട്ട സ്വിസ് റോൾ. ഇതിൻ്റെ കുഞ്ഞ് പാക്കറ്റ് കിട്ടും 1/3, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതും ഇഷ്ടം. അപ്പം അത്രയൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ മുകളിലാണ് എൻ്റെ ബാക്കി ബാലൻസ് വന്ന കറികളൊക്കെയാണ്. ചിക്കൻ കറി, പിന്നെ ഇതേ എൻ്റെ ദോശമാവാണ്. പിന്നെ ബാക്കിൽ ഒരു സ്റ്റീലിലിരിക്കുന്നതാണ് മോരുകറിയുടെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഇതെന്തോ ചപ്പാത്തിയുടെ എന്തോ ബാക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ അടപ്പ് വെച്ചിട്ടല്ല അടച്ചേക്കുന്നത്, അതിൻ്റെ അടപ്പ് ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഫ്രിഡ്ജിൽ ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഈ സൈഡ് ഞാൻ കാണിച്ചു തരാവേ. ഈ സൈഡിൽ ഒന്നുമില്ല, ഇത് ഓട്സ്, യൂസ് ചെയ്ത ഓട്സ് ബോക്സും പിന്നെ ഒരു പാക്വ നമ്മൾ അവിടെ കബോർഡിലാണ്. പിന്നെ ഇത് എഗ്ഗ്, നൂഡിൽസ്, പിന്നെ അങ്ങനത്തെയൊക്കെ ഇവിടെ വെച്ചേക്കും, അറേഞ്ച് ചെയ്തേക്കും. ഈ അടിയിൽ മുഴുവനും നമ്മുടെ അച്ചാറുകളാണ്. ഇതെല്ലാം അതും നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ളതാണ്. സഞ്ജുവേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൊടുത്തയച്ചിട്ടുള്ളത്. അരവണ പായസം ഇരിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇത് ഒറിജിനൽ പ്രിങ്കിൾസ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ പൊട്ടിച്ചിട്ടില്ല,
ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്നതാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എല്ലാതെയും കാണിച്ചതും നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടതാണ്. ഇതിൽ നമുക്ക് വെള്ളം എടുക്കാനൊക്കെ പറ്റും. അപ്പം നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കബോർഡ്സ് കാണിച്ചു തരാം. ഇവിടുന്ന് അങ്ങോട്ട് അത്രയും കബോർഡ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോളൊക്കെ ഈ ലൈക്ക് പാത്രം കഴുകുന്ന സാധനങ്ങൾ, ഡെറ്റോള്, ക്ലോറക്സ്, അങ്ങനത്തെയൊക്കെ പൊട്ടിക്കാത്തത്, ഐ മീൻ ഇതൊക്കെ ഹാർപ്പിക്ക് അല്ല അതെന്താ അങ്ങനത്തെയൊക്കെ പൊട്ടിക്കാത്തതാണ് കേട്ടോ. ക്ലോറക്സ് ഒക്കെ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്തോ പാത്രം കഴുകുന്നത്, സ്ക്രബ്ബേഴ്സ്, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന അതിൻ്റെ കവർ ആദ്യമേ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇതാ ഇവിടെ സോപ്പും പൊടി ഉണ്ട്, കംഫർട്ട് ഉണ്ട്, അങ്ങനത്തെയൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വെച്ചേക്കും കേട്ടോ, വാഷിംഗ് മെഷീൻ്റെ അവിടെ തന്നെ ആയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് നെക്സ്റ്റ് ഇവിടെ നമുക്ക് മുഴുവനും വരുന്നത് ഇങ്ങനെ മുകളിലൊക്കെ പാൽപ്പൊടി, കടല, പിന്നെ പെപ്പർ, നമ്മുടെ കുരുമുളകില്ലേ, പൊടിക്കാത്ത കുരുമുളകുകൾ, പിന്നെ പുളിങ്ങ, അങ്ങനത്തെ സാധനങ്ങളാണ്. ഇവിടെയൊക്കെ പിന്നെ ഇത് നമ്മുടെ മിൽക്കാണ്, ന്യൂട്രല്ല, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ്, നമ്മുടെ മയണൈസ് എക്സിട്ര. പിന്നെ ഇനി ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഉപ്പ് അങ്ങനത്തെയൊക്കെ. പിന്നെ സ്റ്റോർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ ഞാൻ അടിയിൽ ഒരു വലിയ കവറിലാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇതിലൊക്കെ ഈ നെക്സ്റ്റ് കബോർഡ് വരുന്നത്. അപ്പം അവിടുത്തെ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, 2 ഡ്രോ ഇങ്ങനെ തുറക്കാൻ പറ്റും എല്ലാത്തിന്. ഇവിടെയും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വറ്റൽ മുളക്, പിന്നെ പരിപ്പ്, ഇത് നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്, വറക്കുന്ന മുളക്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെന്താ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന അത്, പിന്നെ ന്യൂട്ടെല്ല, ജാമുകൾ, അതൊക്കെ കുറച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. തേന്, ഇതെന്താണ് നമ്മുടെ അവിയലുണ്ടല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, അങ്ങനത്തെയൊക്കെ. ഇത് മറ്റേ ഇലകൾ, കറുവാപ്പട്ട, അതൊക്കെയാണ്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഉള്ളിൽ ഇരിക്കുന്നതൊക്കെ, കടല ഒക്കെ. പിന്നെ ഇതാ ഇവിടെയാണ് നെക്സ്റ്റ് ഈ വരുന്നതിലാണ് മിക്സിയുടെ ജാറ്. ഇതൊക്കെ എന്താ, ഇതിങ്ങനെ സോപ്പൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്, അങ്ങനത്തെയൊക്കെ വെക്കാറുള്ളത്. എക്സ്ട്രാ ജാർസൊക്കെ വരുന്നത് ഇവിടെ വെച്ചേക്കാണ്. പിന്നെ വരുന്നത് എക്സ്ക്യൂസ് മീ പിന്നെ അത് നമുക്ക് ഈ ഗ്യാസിൻ്റെ എന്താ. പിന്നെ ഇവിടെ പൊടികൾ, പൗഡേഴ്സ്, മുകളിൽ എന്തോ കൂവയൊക്കെയാണ് ഇരിക്കുന്നത് തോന്നുന്നത്, അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഒലീവ് ഓയിൽ കേട്ടോ, ഒലീവ് ഓയിൽ, ചായപ്പൊടി, പിന്നെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന എണ്ണ, നോർമൽ എണ്ണ, പിന്നെ ഇതെന്താ നെയ്യിൻ്റെ ഒക്കെ. പിന്നെ ഇവിടെ അടിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഇവിടേക്ക് വരുന്നുണ്ട്. അതിലൊക്കെ ഓരോ അരികൾ, സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക്. പിന്നെ ഇവിടെ വരുന്നുണ്ട് കബോർഡ് വരുന്നുണ്ട്, ഇവിടെ അടിയിലൊക്കെ 3 കബോർഡ്സ് വരുന്നുണ്ട് നമുക്ക്. അപ്പം ഇതിലൊക്കെ ഇങ്ങനെ ഇത് ഫുള്ള് പിന്നെ പാത്രങ്ങൾ, അത് ഇതൊക്കെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ നിറയെ കവേഴ്സ്, സംഭവങ്ങൾ, ബേക്കറിയുടെ പാത്രം, അങ്ങനത്തെയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഓരോന്നും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്, പൊട്ടിക്കാത്ത പാത്രങ്ങളുടെ അങ്ങനത്തെയൊക്കെ. പിന്നെ അപ്പോൾ ഇതാ പൊട്ടിക്കാത്ത ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങളുടെയൊക്കെ, അതൊക്കെയാണ്. അപ്പോൾ അതേ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു കൈയളവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ പാത്രത്തിൽ ചേച്ചിക്ക് മൈൻഡിലൊരു കണക്കുണ്ട്, അതാണ് കണക്ക്. മസാല ഇങ്ങനെ ചേച്ചി അടച്ച് വെച്ചേക്കട്ടെ. ഇങ്ങനെ ആക്കിയിട്ട് ചേച്ചി മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ചേച്ചി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുക അല്ലേ ചേച്ചി? അതിൻ്റെ കുട്ടൻസ് എന്താണ്? പെട്ടെന്നാവാനുള്ളതാണ് ഇത്ര. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചു. നമ്മളിത് എല്ലാതും കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലേ ചേച്ചി? നന്നായി മിക്സ് ചെയ്യാണ് വേവിക്കുന്നത്. ചെറിയ ഫ്ലെയിം കൊടുത്തുള്ളൂ അല്ലേ? ചെറിയ ഫ്ലെയിം കൊടുത്തുള്ളൂ. വേവണല്ലേ? ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുക. എനിക്ക് ചേച്ചിയുടെ ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മട്ടൻ ബിരിയാണിയാണ്. ഞാൻ ചേച്ചീനെ കൊണ്ട് എപ്പോഴും വെപ്പിക്കാറുള്ള മട്ടൻ ബിരിയാണി അല്ലേ ചേച്ചി? അതെ, ആഡ് ചെയ്യാൻ പോവാണ് അല്ലേ ചേച്ചി? യെസ്, യു ആർ ഗോയിങ് ടു ആഡ് മട്ടൺ. മട്ടൺ വെന്തോ ചേച്ചി? നല്ല വേവുണ്ട്. പക്ഷെ ചേച്ചി 4 വിസിലേ അടിച്ചുള്ളൂ കേട്ടോ. നാട്ടിലൊക്കെ കുറേ വിസിലടിക്കുന്നില്ല മട്ടൺ. ഓക്കെ,
അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര. മട്ടനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര വിസിൽ കൊടുക്കണം എന്നല്ലേ. ഓക്കെ, അതെ, മട്ടനും മസാല എല്ലാതും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലല്ലേ വെച്ചേക്കുന്നത്, ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അതെ, അരി സെറ്റായിട്ടിരിക്കുകയാണ്. ചേച്ചി പറയാം ഇല്ലേ ഞാൻ ഒന്നുകൂടി സെറ്റ് ചെയ്ത് തരാമെന്ന്. അരി വെന്തുല്ലേ ചേച്ചി? കറക്റ്റ് ഭാഗമായി അല്ലേ? അപ്പം അതെ, അരി ഊറ്റിക്കൊണ്ടിരിക്കുവാണ്. ആക്ച്വലി ഞങ്ങൾ 3 ആളുള്ളൂ, ഞാനും സഞ്ജുവും സൂക്ഷിച്ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത്രേ കുറച്ചേ വേണ്ടുള്ളൂ. ഇത് 1.5 കിലോ മട്ടൺ ഉണ്ടായിരുന്നു. ഞാൻ മട്ടനൊക്കെ മേടിക്കാൻ പോയ വീഡിയോ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തലാൽ മാർക്കറ്റിൽ തന്നെയാണ് മേടിച്ചത്. ഇതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ മട്ടനും ചിക്കനൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം വൈകുന്നേരമാണ് സഞ്ജുവേട്ടൻ്റെ ബ്രദർ വന്നത്. അപ്പോൾ നമ്മൾ അജ്മാനിൽ നിന്നാണ് അന്ന് രാത്രി ഫുഡ് കഴിച്ചത്. സ്പെഷ്യൽ ഫിഷ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈദ് മുബാറക്. അപ്പോൾ നാളെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇന്ന് നൈറ്റ് നമ്മൾ ഫിഷ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇപ്പോൾ ഏകദേശം 9:56 ആയിട്ടോ ടൈം. അപ്പോൾ ചേട്ടനും സഞ്ജു ഉണ്ടേ, ഇവരിവിടെ ലൂഡോ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഈ ഒരു പ്ലാറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് കൈൻഡ്സ് ഓഫ് ഫിഷുകളാണ് കേട്ടോ. വലിയ ഫിഷുകൾ മുതൽ ചെറിയ ഫിഷുകൾ വരെ ഉണ്ട്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ഒക്കെ ഇല്ലേ, ചെമ്മീൻ, അതേപോലെ ക്രാബ്, കൂന്തൾ, അങ്ങനത്തെയൊക്കെ കുറേ ഫിഷുകൾ, പിന്നെ കുറേ വലിയ കൈൻഡ്സ് ഓഫ് ഫിഷുകളാണ് ഉള്ളത്. അതൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ നമുക്ക് ബാക്ക് ടു മട്ടൻ ബിരിയാണി. അപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ മസാലയൊക്കെ നന്നായി വേവിച്ചെടുത്തു അല്ലേ, നന്നായി മിക്സ് ചെയ്തു. അരി ആഡ് ചെയ്യാണ് കേട്ടോ. ബിരിയാണി മുഴുവൻ റെഡിയായി. ഇനി കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിക്കുക ലാസ്റ്റ്. റെഡിയാണ്? മതി, കുറച്ച് ഒഴിച്ചാൽ മതി. അത് മതി മതി മതി, കാരണം അത് ഇവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം അതെ, ചേച്ചി ഇവിടെ കുക്ക് ചെയ്തുകൊണ്ട് വിഷം കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ, അല്ലേ ചേച്ചി? അപ്പം നമ്മൾ സഞ്ജുവേട്ടനും സൂക്ഷിച്ചേട്ടനും കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കിടന്ന് ഉറങ്ങില്ലേ നിങ്ങള്? എന്നെ കാണിക്കുന്നേ ചേട്ടനും അനിയനും കൂടിയിട്ട് അവര് ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇവര് ഉറങ്ങുകയാണെന്ന്. ഉറങ്ങല്ല ഗൈസ്. എന്താ ബിരിയാണി നിങ്ങൾ ഇപ്പൊ തന്നെ കഴിക്കാൻ പോയിട്ടാ? 11:30-12 മണി പോലും ആയിട്ടില്ല. 11 മണിയായാ? വിളിക്കാട്ടാ. അപ്പം ഇനി എനിക്കൊരു കോഫി ഉണ്ടാക്കിയിട്ട് നമുക്ക് വന്നിരുന്ന് ടി വി കാണാം. ടി വിയിൽ പക്ഷെ ഞാൻ എന്താ കാണുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല. ബിക്കോസ് നമുക്ക് എന്ത് വരും, കോപ്പി റൈറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മളിനി നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ കോഫി കൂടി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. ഞങ്ങളിവിടെ എല്ലാവരും ഈദ് വൈബിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വെക്കേഷൻ പോലെയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഇവിടെ മുഴുവനും അവധിയാണ്. അപ്പോൾ അതെന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് രാവിലെ നേരത്തെ നീക്കേണ്ട, ഓഫീസിൽ പോകണ്ട. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ നീച്ചു കേട്ടോ, വ്ളോഗ് എടുക്കുന്ന കാരണം നേരത്തെ എണീച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ കിടന്നു ഉറങ്ങത്തുള്ളൂ. ചേച്ചി ഉണ്ടാക്കി ചേച്ചി പോവും, അങ്ങനെയാണ്. പക്ഷേ ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കുന്നത് കൊണ്ടാണ് ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ കൂടുതൽ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഫ്രണ്ട്സൊന്നും ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിട്ടില്ല. സഞ്ജുവേട്ടൻ്റെ ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ സഞ്ജുവേട്ടനുണ്ട്. നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ. 3 പേരും ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ഞങ്ങൾ പുറത്ത് പോവും, ഫ്രണ്ട്സിനെ കാണുന്നുണ്ടാവും. അങ്ങനെ സോ പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ച വരെ നമ്മൾ ലഞ്ച് കഴിക്കുന്ന വരെ ഉള്ളതാണ് കേട്ടോ വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുറേ നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ അതൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ് എന്നും പറയാമല്ലേ, ഡേ ഇൻ മൈ ലൈഫ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറെ എന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ചെറി ഉണ്ട് കേട്ടോ, ചെറി എടുത്തിട്ട് പോവാം. പിന്നെ കോഫി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുക്കാം കേട്ടോ. ഞാൻ ഐസ്ക്രീം കൊടുത്ത് ചെറി എടുത്തിട്ടുണ്ട്, കോഫി. അപ്പം അത് നമ്മുടെ കോൾഡ് കോഫി. അപ്പം അതെല്ലാം എടുത്തിട്ട് ഞാൻ ടി വി കാണാൻ പോവുകയാണ്. അപ്പം ഇനി ചേച്ചി കുറച്ച് നേരം ഒറ്റയ്ക്കാണ്, എന്നാലും ഇടയ്ക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്.
വ്യൂ ഇത് നമ്മുടെ ചെറി, നമ്മുടെ കോൾഡ് കോഫി. അപ്പം നിങ്ങളൊന്ന് നോക്കൂ, ഈ ഒരു വൈബിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ലാമ്പ് ലൈറ്റിൻ്റെ ഈ ഒരു വൈബിൽ ഇരുന്നിട്ടാണ് ഇവിടെ ഫിലിം കാണാൻ വേണ്ടി പോകുന്നത്. കണ്ടോ? അപ്പോൾ ഞാനിതേ ചുമ്മാ നെറ്റ്ഫ്ലിക്സിൽ ഒരു തമിഴ് ഫിലിം കണ്ടുകൊണ്ടിരിക്കുവാന്ന്. മ്യൂട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. സി മൈ ഗോഡ്, നല്ല ടേസ്റ്റ്. രാവിലത്തെ ആദ്യ ഭക്ഷണം ഐസ്ക്രീം. ആഹാ, എല്ലാവരും ഇന്നിപ്പോൾ ചീത്തയാക്കും. രാവിലെ തന്നെ വെറും വയറ്റിൽ എല്ലാവരും ഡീറ്റോക്സ് ഡ്രിങ്കൊക്കെ കുടിക്കുന്ന സമയത്ത് ഞാൻ ഐസ്ക്രീം. വെരി ബാഡ് ഹാബിറ്റ്. ആരും ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. ആരൊക്കെയാണ് ഇവിടെ ചെറി ലവേഴ്സ് ഉള്ളത്? ചെറി ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി കഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സോ ടേസ്റ്റി ഗൈസ്. അപ്പോൾ അതേ ചേച്ചിയുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ? സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ്. സഞ്ജുട്ട ഹായ്. അപ്പോൾ ചേട്ടൻ എണിച്ചിട്ടില്ല. എൻജോയ് കഴിക്കാൻ പോകട്ടോ. ചേട്ടാ സൂഷേട്ടനെ വിളിക്കും. ഇത് സ്പെഷ്യൽ മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡും ഉണ്ട് കേട്ടോ. ഇത് കേർഡിലുള്ള സാലഡാണ്, ഇത് നോർമൽ സാലഡാണ്, പിന്നെ നമ്മുടെ ചമ്മന്തി ആൻഡ് അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണേ. ഞാൻ എന്താ ഒച്ച കേൾക്കുന്നേന്ന്. ആൻഡ് ആഫ്റ്റർ ഫുഡ് ഞങ്ങൾ ഇതേ നന്നാരി സർവത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ. സൂഷിയുടെ കുടിച്ചിട്ട് പറയും എങ്ങനെ ഉണ്ടെന്നും. ഞാനാ ഗൈസ് ഇതിൽ ലെമൺ പിഴിഞ്ഞ. ഏ കണ്ടോ, കൈപുണ്യം, എൻ്റെ കൈപുണ്യം. എൻ്റെ വ്ളോഗിനൊരു കൺക്ലൂഷൻ പറയുക രണ്ടാളും പ്ലീസ് ലുക്ക്. ദ മാട്രീസ് ഇവർക്കൊന്നും ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. എൻ്റെ കമ്പൽഷൻ കാരണമാണ് ഇടയ്ക്കൊന്ന് കൈയിട്ട് ഒരു ഹായ് എന്നൊക്കെ കാണിക്കുന്നത് തന്നെ. അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് കമ്പൽ ചെയ്യാറുമില്ല. അതിപ്പോൾ സഞ്ജുവേട്ടനായാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യാറില്ല കേട്ടോ. അപ്പം അവരവിടെ ഇരുന്ന് ഫിലിം കാണാൻ പോവുകയാണ്. അപ്പം ഞാൻ നന്നായി കിടന്നൊന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അതിന് മുൻപ് ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഒരു അടിപൊളി ഉറക്കം. അത് കഴിഞ്ഞ് ഈവനിങ് ഒന്ന് പുറത്ത് പോകണം എന്നും വിചാരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈവനിങ് ഒന്ന് പുറത്തിറങ്ങും. ഇപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യും, എന്നിട്ടൊന്ന് ടി വി ഒക്കെ കണ്ട് മെല്ലെ നമ്മളൊന്ന് ഈവനിങ് ആകുമ്പോൾ പുറത്തിറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 3 ഡേയ്സും കൂടി ഒരു ലീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എൻ്റെ ചെറിയ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അവിടെ പോകണം ഇവിടെ പോകണം എന്നുള്ളതൊക്കെ വർക്കൗട്ട് ആവുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകാനുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഷോർട്സിലും വ്ളോഗിലൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ, ബൈ.